നമ്മൾ ഇന്ന് യാത്ര ചെയ്ത് എത്തിയിരിക്കുന്നത് മണ്ണുക്കാട് എന്ന ഒരു മലയോര ഗ്രാമത്തിലാണ്. തൊമ്മൻകുത്തിനടുത്തുള്ള ഒരു പ്രദേശമാണ്. ചുറ്റിനും വനത്താൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമമാണ് മണ്ണുക്കാട് ഗ്രാമം. ഇവിടെ ഒട്ടേറെ വീടുകളുണ്ട്. ഇവിടെ ഒരു കുരിശുപള്ളിയൊക്കെ ഉണ്ട്. മാതാവിൻ്റെ ഒരു പള്ളി, കുരിശുപള്ളിയൊക്കെ ഉണ്ട് ഇവിടെ. ഇത് മണ്ണുക്കാട് ഗ്രാമത്തിലേക്കുള്ള വഴിയാണ്. ഇവിടെ വൈദ്യുതിയൊക്കെ ഉണ്ട് കേട്ടോ, കറണ്ടൊക്കെ ഉള്ള സ്ഥലമാണ്. നല്ല വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതാണ് നമ്മളോട് ഇവിടത്തെ ഈ നാട്ടുവിശേഷങ്ങളുണ്ട് വന്ന് വീഡിയോ ചെയ്യാൻ പറഞ്ഞ ഫ്രാൻസിസ് ചേട്ടൻ. ഇതാണ് അവർ ഭയങ്കര പണിയിലാണ് കേട്ടോ, ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുക. അരുൺപതിയില് ഞങ്ങളെ ഇടുങ്ങി മാത്രമേ ഞങ്ങൾ നോക്കോളൂ കേട്ടോ. അവിടെ ചെല്ലുമ്പോ ഓടിച്ചേ തിരിച്ചിനെ അറിയില്ലേ പോയെടുക്കാം. വിശേഷം എന്നുണ്ട് നോക്കി നിൽക്കുന്നേ? കൊക്കോ കൃഷി, റബ്ബർ തോട്ടം, കൊക്കോ കൃഷിയൊക്കെയാണ് ഇവിടെ മെയിനായിട്ടും. പിന്നെ പുതിയ തോട്ടം വെട്ടിപ്പോകുന്നിടത്താണ് ഈ റംബൂട്ടാനെല്ലാം വെച്ചിരിക്കുന്നത്. ഇതാണ് മണ്ണുക്കാടുള്ള കത്തോലിക്ക പള്ളി. എത്ര വർഷം പഴക്കമുണ്ടെന്ന് അറിയത്തില്ല ഇതിന്, എങ്കിലും ഇവിടുത്തെ കുടിയേറ്റ കർഷകർ ഉണ്ടായ കാലം മുതൽക്കുള്ള പള്ളിയായിരിക്കും ഇത്. ഉണ്ടോ ഇതുണ്ടോ? ഇവിടെ വന്നപ്പോൾ നല്ലൊരു ഭംഗിയുള്ള കാഴ്ച ഉണ്ടോ? പഴയ മോഡലൊരു തറവാട്, നീല പെയിൻ്റൊക്കെ അടിച്ച് ഓടിട്ട ഒരു പെര, അതിൻ്റെ ഫ്രണ്ടിൽ 2 തെങ്ങ്. നോക്കി സിനിമയൊക്കെ എടുക്കാൻ പറ്റിയ നല്ല ഫ്രെയിമാണ്. ഈ ഗ്രാമത്തിൽ ഇരുളിൻ്റെ കഥകൾ പറയുന്ന ഒരു ചരിത്രം അവശേഷിക്കുന്നുണ്ട്. അതാണ് കല്ലും വീട്. ഈ കാണുന്നതാണ് ആ കല്ലും വീട്. പണ്ട് കാലത്ത് കാട്ടുമൃഗങ്ങളിൽ നിന്ന് സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള ആളുകൾ, കുടിയേറ്റ കർഷകർ പണിത് വെക്കുന്നതാണ്. ഇങ്ങനെ പാറയുടെ മുകളിൽ വീട് പണിത് വെക്കും. അതിൻ്റെ തറയുടെ ചില ഭാഗങ്ങൾ മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ ഇവിടെ. ബാക്കിയെല്ലാം കലകർണപ്പെട്ടു പോയി. ഇതുണ്ടോ? ചുറ്റും പാറയാണ്, വലിയൊരു പാറയാണ്. ആ പാറയിലാണ് ഇത് പണിത് വെച്ചേക്കണേ. ആനയൊക്കെ ഇങ്ങനെ താഴെ വന്ന് നിൽക്കുകയുള്ളൂ, ഒരു കാരണവശാലും ഇതിലേക്ക് കയറത്തില്ല. ഇതിൻ്റെ മുകളിൽ ഇരിക്കുന്നത് സുരക്ഷിതമായിട്ടായിരിക്കും. മുകളിലേക്ക് കയറാൻ നോക്കിയിട്ട് നടക്കുന്നുമില്ല നമുക്ക്. പാറയ്ക്ക് ചെറിയ വഴുക്കലൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് കയറി നോക്കാം എൻ്റെ മുകളിൽ എങ്ങനെയുണ്ടെന്ന്. കല്ലും വീട് ചക്കപ്പഴമൊക്കെ വീണ് കിടക്കുന്നു. ഇതാണ് കല്ലും വീട്. ഒരു ചെറിയ വീട്, ഒരു കുഞ്ഞി അടുക്കള, ഒരു കുഞ്ഞു റൂം. ചെറിയൊരു ഫാമിലിക്ക് സുരക്ഷിതമായിട്ട് വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് മാത്രമാണ് ഈ കല്ലും വീട്ടിൽ ഇവർ ഇരിക്കുന്നത്. അല്ലാത്തപ്പോൾ ഇവർക്ക് താഴെ എവിടെയെങ്കിലും ഒരു നല്ല പെര കാണും. ആന കൂട്ടത്തോടെ കാട്ടിൽ നിന്ന് പുഴ നീന്തി ഇക്കരയ്ക്ക് കയറി വരുമ്പോൾ നായകൾ ഇവിടെ കുരയ്ക്കും. ആ സമയത്ത് ഇവരുടെ താഴെയുള്ള വീടുകളിൽ നിന്നും ഈ പാറപ്പുറത്തുള്ള ഈ കല്ല് പാകിയ ഈ കല്ലുംപുറത്തുള്ള വീട്ടിലേക്ക് മാറും. അങ്ങനെ അവരവരുടെ സുരക്ഷിത ഉറപ്പാക്കും. കല്ലും വീടിൻ്റെ ചുറ്റിലും കണ്ടോ? ഒരു കാരണവശാലും ഒരു മൃഗത്തിനും ഇങ്ങോട്ട് കയറി വരാൻ പറ്റത്തില്ല. ആനയ്ക്കോ ഒന്നും ഇങ്ങോട്ട് കയറി വരാൻ പറ്റത്തില്ല. പാറക്കെട്ടുകളാണ്. ഏറുമാടം കെട്ടുന്നതിന് പകരം കല്ലിൻ്റെ പാറയുടെ പുറത്ത് വീടുകൾ ഉണ്ടാക്കിയിരുന്നു. കല്ലും വീട്ടിൽ കയറിയിട്ട് ഇപ്പം ഇത് കണ്ടോ? കല്ലും വീട് കണ്ടിട്ട് ഇപ്പം നിരങ്ങിയായി ഈ പാറയിൽ നിന്ന് ഇറങ്ങുന്നത്. അന്നത്തെ കാലത്ത് ഇവർ ചിലപ്പോൾ കോണിയൊക്കെ ഉണ്ടാക്കി വെച്ച് കാണും. ഇല്ലിയുടെയൊക്കെ കോണി ചാരി, ഏണി ചാരിയൊക്കെ ആയിരിക്കും കയറിയിരുന്നത്. പക്ഷെ ഇപ്പം നമ്മൾ ഇതിൽ നിന്ന് ഇറങ്ങുന്നത് നിരങ്ങിയാണ്. ഒന്ന് കാല് തെറ്റിക്കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും, തൊലി കാണൂല. ഇതുകൊണ്ടൊരു കല്ലും വീട് നമുക്ക് മാങ്കുളത്ത് ചെല്ലുമ്പോൾ കാണാം. എന്നോട് ഈ മണ്ണുക്കാട് ഗ്രാമത്തെക്കുറിച്ച് പറയുകയും ഇവിടെ വന്ന് വീഡിയോ ചെയ്യുകയും ഒക്കെ ചെയ്യാൻ പറഞ്ഞത് മണ്ണുക്കാട് അവസാനത്തെ വീട്ടിൽ താമസിക്കുന്ന ഫ്രാൻസിസ് ചേട്ടൻ എന്ന ആളാണ്. ഇത് കണ്ടോ? ഇതാണ് അവസാനത്തെ മണ്ണുക്കാടുള്ള വീട്. ഇത് കഴിഞ്ഞാൽ ഇവിടുന്ന് കുറച്ച് തോട്ടങ്ങളും പിന്നെ ഫോറസ്റ്റുമാണ്. നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടനെ കിട്ടി. ആ ചേട്ടൻ പറഞ്ഞ ഇവിടെ 2 വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ടുപോവാം. ഇതേ മോള് കാണുന്ന തൊപ്പിപ്പാറ എന്ന് പറയും അല്ലേ? തൊപ്പിമുടി. അതിൻ്റെ മുകളിലാ? ഉണ്ടല്ലേ?
എവിടെ ഈ ഇപ്പം ഈ കാണിക്കാൻ പോകുന്ന വെള്ളച്ചാട്ടത്തിലാണ് വന്നു തുടങ്ങി. ആ ഓക്കെ ഓക്കെ. കുത്തുകുഴി വെള്ളച്ചാട്ടം അല്ലേ? കുത്തുകുഴി വെള്ളച്ചാട്ടം. കുത്തുകുഴി കേട്ടോ. കുത്തുകുഴി. ആ കുത്തുകുഴി വെള്ളച്ചാട്ടം, ഐസ് കുഴി, രണ്ട് കുഴികളായിട്ടാണ്. ആണല്ലേ? ഇവിടെ ഇപ്പൊ എത്ര വീട്ടുകാർ കാണും? ഇവിടെ 35 വീട്ടുകാരുണ്ട്, 10-60 വീട്ടുകാരുണ്ടായിരുന്നതാണ്. എല്ലാവരും ഇറങ്ങിപ്പോയല്ലേ? 5 സെന്റ് 10 സെന്റ് സ്ഥലം മേടിച്ച് എല്ലാവരും അതിരാവിലെയും വരും, പറക്കാനും പറക്കാനും പാലെടുക്കാനൊക്കെ. വേനക്കും ഇതിനകത്ത് നല്ല ഐസിന്റെ തണുപ്പായിരിക്കും വെള്ളത്തിന്. ഇതിന്റെ അതല്ലേ നല്ല ക്ലിയർ തണുപ്പ്. അങ്ങോട്ടൊരു ഗുഹയുണ്ട് ഇതിന്റെ ഉള്ളിലേക്ക്. അങ്ങോട്ട് കയറാൻ പറ്റുമോ? കയറാൻ പറ്റും. ഇതാണ് ഐസ് കുത്ത, ഐസ് കുഴി, ഐസ് കുഴി വെള്ളച്ചാട്ടം. ഐസ് കുഴി വെള്ളച്ചാട്ടം. ആ ഓക്കെ. ഇതിനകത്ത് എന്തൊരു ആഴമുണ്ട്? അപകടമൊന്നുമില്ല. വളരെയേറെ ഫേമസ് ആയ സ്ഥലമാണ്. ആ വെള്ളം വളഞ്ഞു കിടന്നതിൻ്റെ അടിയിൽ ഇങ്ങനെ നിങ്ങളിട്ടേക്കുന്ന പേരെന്താ? കുത്തുകുഴി. കുത്തുകുഴി. മുകളിലെ ഐസ് കുഴി, ഇത് കുത്തുകുഴി. ഇവിടെ സുഖമായിട്ട് പിള്ളേരൊക്കെ കുളിപ്പിക്കാം. വലിയ ആൾക്കാർക്ക് ഐസ് കുഴിയിലും കുത്തുകുഴിയിലും ചാടി കുളിക്കാം. പിള്ളേർക്കും ഫാമിലിക്കൊക്കെ ഈ ചെറിയ തടാകത്തിൽ കുളിക്കാം. കൊമ്മൻകുത്തിയിൽ നിന്ന് 3.5 കിലോമീറ്ററാണ് ഈ വാട്ടർഫാൾസിലേക്ക് വരുവാൻ വേണ്ടി. ഇത് മണ്ണൂക്കാടുകാരുടെ സ്വകാര്യ അഹങ്കാരമായ 2 വാട്ടർഫാൾസാണ്, കുത്തുകുഴി വാട്ടർഫാൾസും ഐസ് കുഴി വാട്ടർഫാൾസും. അടിയിൽ വലിയൊരു അള്ളം ഉണ്ടെന്നാ പറഞ്ഞേ. അങ്ങോട്ട് കയറാൻ പോവുക ഞങ്ങള്. വെള്ളം വരുന്നത്. ഇവിടെയുള്ള ആ ചേട്ടൻ പറഞ്ഞ് ഇതിന്റെ പേര് അവർ ഇട്ടിരിക്കുന്നത് ഐസ് കുത്ത് എന്നാണ്. ഐസ് പോലെ തന്നെ നല്ല തണുപ്പാണ്. അതിന്റെ ഉള്ളിലൊരു 12 പേർക്ക് ഇരിക്കാവുന്ന ഒരു അള്ളുണ്ട്, അങ്ങോട്ട് ഒരു ഗുഹയുണ്ട്. നമ്മൾ അതിൻ്റെ അകത്ത് കയറി. പക്ഷെ അവിടെ നിന്ന് എന്ത് പറഞ്ഞാലും നമുക്കൊന്നും ക്യാമറ പെടില്ല, അതിന്റെ വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളില് സൗണ്ട് നമുക്ക് കിട്ടത്തില്ല ക്യാമറയിൽ. ഇതിന്റെ താഴെ കാണുന്ന വെള്ളച്ചാട്ടമാണ് കുത്തുകുഴി. അവിടെ നമുക്ക് കുളിക്കാം. അവിടെ അപകടമൊന്നുമില്ല. അവിടെ കയറൊക്കെ ഇവര് ഈ നാട്ടിലുള്ള ചേട്ടന്മാർ കെട്ടിയിട്ടുണ്ട്. ഇവിടെ ആദ്യമായിട്ട് വീഡിയോ ചെയ്യുന്നത് ഞാനാണ് എന്നുള്ള സന്തോഷം എനിക്കുണ്ട്. ഇവിടെ വന്ന് അപകടമൊന്നും കൂടാണ്ട് നല്ല രീതിയിൽ വന്ന് ആസ്വദിച്ച് എല്ലാവരും പോവുക. ഈ നാട്ടിലെ മണ്ണൂക്കാട് ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. മണ്ണൂക്കാട് ഗ്രാമത്തിലെ കാഴ്ചകൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.